ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കാം. വർഷയുടെയും ശ്രുതിയുടെയൊക്കെ താലിമാറ്റൽ ചടങ്ങിൻ്റെ ഓഡിറ്റോറിയത്തിലാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയത്. രവീന്ദ്രനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ അച്ഛൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രവീന്ദ്രനും അശോകനും സംസാരിക്കുന്നതിനിടെ ആൾ വന്നിട്ട് പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ആൾ വന്നിട്ട് കാലും കെട്ടി വെച്ചിട്ട് അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് രവീന്ദ്രൻ്റെ മുണ്ടിലേക്ക് ഇങ്ങനെ, അതായത് രവീന്ദ്രൻ്റെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രന് മനസ്സിലായത് രവീന്ദ്രനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വർഷയുടെ അച്ഛൻ ചെയ്തതാണെന്ന് മനസ്സിലായി. അത് കണ്ടിട്ട് അശോകൻ പറയാണ്, ഇവൻ മനഃപൂർവ്വം ചെയ്യണം, നമുക്കത് ചോദിക്കണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ വേണ്ട, ഇനി ഇതിന് ചോദിക്കാൻ നിന്നെന്താ സച്ചി ഇടപെട്ട് അതിലൊരു പ്രശ്നമാവും, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അശോകനെ കൊണ്ട് അവിടുന്ന് പോയി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ചീറ്റി പോവാണ്. ശ്രുതി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് നിൽക്കുന്ന സമയത്ത് മീരയോട് ചോദിക്കുകയാണ്, എല്ലാം റെഡിയല്ലേ, പറഞ്ഞ ആൾ വരില്ലേ എന്നൊക്കെ വരും. അപ്പോൾ സച്ചി വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ മീര വന്നിട്ട് ഹാളിൽ വന്ന് നോക്കിയിട്ട് ആ സച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചന്ദ്രമതി വന്നിട്ട് അച്ഛൻ എപ്പോഴാണ് വരിക വെച്ചിട്ട് ശ്രുതിനെ ശല്യപ്പെടുത്തിയും കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് മീര പറയാണ്, നിന്നോട് പണ്ടേ സ്നേഹമൊന്നുമില്ലല്ലോ ആൻറ്റി നിന്നെ ടോർച്ചർ ചെയ്യണ പോലെ എനിക്ക് തോന്നണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരും സച്ചിനെ കൊടുക്കാനുള്ള പ്ലാനിങ് ആണ്. അതായത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് ഈ ഫംഗ്ഷൻ അലങ്കോലമായ കാരണം കൊണ്ട് തിരിച്ചു പോയി എന്ന് കാണിക്കാൻ വേണ്ടി ശ്രുതിയും, പിന്നെ ഫംഗ്ഷൻ അലങ്കോലമായത് സച്ചി കാരണം കൊണ്ടാണ്, അതുകൊണ്ട് സച്ചിയോട് ദേഷ്യം തോന്നിയിട്ട് വർഷ ശ്രീകാന്തും വർഷയുടെ വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വർഷയുടെ അമ്മയും അച്ഛനും കൂടിയിട്ടും കുറേ ട്രാപ്പുകൾ പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ചകളും കാര്യങ്ങളുമാണ് ചെമ്പനീർപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഫംഗ്ഷൻ്റെ സച്ചിയാണെങ്കിൽ സച്ചിയോടൊന്നും മിണ്ടരുത് പറഞ്ഞ കാരണം രേവതിയുടെ അടുത്ത് മിണ്ടാതിരിക്കണം. രേവതി എന്നോടൊന്നും സച്ചിയായിട്ട് മിണ്ടിൽ വെക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. എന്നിട്ട് രേവതി അവനെ നുള്ളണു പിച്ചണു. അപ്പോഴൊന്നും സച്ചി ഒന്നിനും പ്രതികരിക്കണില്ല. സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് ആ സച്ചി നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനോട് വെറുതെ അങ്ങനെ ആക്ഷൻ മാത്രം കാണിക്കാനും സംസാരിക്കുന്നില്ല. സച്ചി അങ്ങനെ മിണ്ടാതിരിക്കണു. അങ്ങനെ കുറേ ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ്. അത് ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയം, അത് മാത്രം ആ ഒരു കഥ മാത്രമാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കഥകൾ നാളെ ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ സച്ചിക്കുള്ളൊരു ട്രാപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു കൂട്ടുകാരെ.